എങ്കിലും നമ്മുടെ യോഗം ആരംഭിക്കുകയായി. നമുക്ക് ആരംഭിക്കാം ഒരു പ്രാർത്ഥനയോടുകൂടി. ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത് സിനർജിയുടെ ഭാവഗായകൻ ശ്രീ അലക്സ് മാത്യു. നിത്യവും സത്യമായി ഞങ്ങൾ തഞ്ചാറത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വര, അറിവിൻ കണങ്ങളും അറിവിൻ കണങ്ങളും അടിയങ്ങൾ കേൾക്കണേ തമ്പുരാനേ. നമ്മുടെ മെന്റർ കൂടിയായിട്ടുള്ള യൂത്ത് ലീഗിയുടെ ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള ശ്രീ സി തോമസ് എബ്രഹാം സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ മീറ്റിങ്ങിന് സംഭാവന ചെയ്ത വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു പേഴ്സൺ, ഒരു വ്യക്തി നമ്മുടെ ഈ ഓർഗനൈസിംഗ് കമ്മിറ്റിയിലുണ്ട്. അത് പ്രകാശൻ സാറാണ്. 3ാം വാർഷികമായതുകൊണ്ട് തൃതീയം, ഇത് 3ാം ഘട്ടക്കാരുടെ മൂവ്മെൻ്റ് ആയതുകൊണ്ടും തൃതീയം. അത്ര മനോഹരമായിട്ട് അത് രണ്ടും കൂടി ചേർത്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. റോബിൻ സാറാണ് ഇതിനെപ്പറ്റിയൊക്കെ ആധികാരികമായിട്ട് പറയാൻ സാധിക്കുന്നയാൾ. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്നും എടുത്ത കാര്യമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. 1100 യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലുണ്ട്. അതിൽ ഏറ്റവും മികച്ചതെടുത്താൽ 32. ഇത് വൈസ് ചാൻസലർ ഞാൻ പറഞ്ഞ നമ്പരാണ്. ഒരു മുതിർന്നവരുടെ മുന്നേറ്റത്തിൻ്റെ ഭാഗമാണ് നമ്മൾ എന്നുള്ള കാര്യം. മാർച്ച് 11-ാം തീയതിയാണ് നമ്മുടെ MG യൂത്ത് ജന്മം കൊള്ളുന്നത്. ഇപ്പോൾ MG യൂത്ത് കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ മനോഹരമായ പുഞ്ചിരിയോടുകൂടിയ ഒരു മുഖം, എപ്പോഴും പുഞ്ചിരിക്കുന്ന ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കൊണ്ടുവരിക. മറ്റാരുമല്ല, നമ്മുടെ MG യൂത്ത് ഡയറക്ടർ ഡോക്ടർ ജോണി കെ തോമസ്. ഏറ്റവും ബഹുമാനപ്പെട്ട മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ CT അരവിന്ദ് ഇൻ ഹിസ് ആബ്സെൻസ്, ഏറ്റവും ബഹുമാനപ്പെട്ട പ്രൊഫസർ ഡോക്ടർ റോബിൻ ജേക്കബ്, മെമ്പർ സിൻഡിക്കേറ്റ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, പ്രിയപ്പെട്ട പ്രൊഫസർ ഡോക്ടർ PT ബാബുരാജ്, ഫോർമർ ഡയറക്ടർ ഓഫ് ദി യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജ് മഹാത്മാഗാന്ധി സർവകലാശാല. ഇപ്പോൾ അദ്ദേഹം സംസ്ഥാന വികലാംഗ കമ്മീഷണറാണ്. നമ്മുടെ പരിപാടികളിലെല്ലാം അദ്ദേഹം വരാറുണ്ട്. പ്രിയപ്പെട്ട ഡോക്ടർ സി തോമസ് എബ്രഹാം, സ്റ്റേറ്റ് ലെവൽ മെമ്പർ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജ്. നമ്മുടെ അതിഥിയായി ഇന്ന് മാൽഡീവ്സിൽ നിന്നും എത്തിയിരിക്കുന്ന ഡോക്ടർ മുഹമ്മദ് റഷീദ് ബാരി, ചെയർമാൻ, നാഷണൽ കൺവീനർ ഫ്രഷ് വാട്ടർ ആക്ഷൻ നെറ്റ്വർക്ക് സൗത്ത് ഏഷ്യ. 2023 ഒരു കുഞ്ഞായി ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജ് ജനിച്ചു. അന്ന് നമ്മുടെ മുൻ വൈസ് ചാൻസലർ സാബു തോമസ് സാറാണ് ആ പരിപാടി ഇതേ വേദിയിൽ ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സർവകലാശാലയിൽ ആരംഭിച്ച ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജ് ആണ് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജ്. ഇത് വളർന്നത് ലോകത്തിലെ 2 വ്യത്യസ്ത മോഡലുകളായ ഫ്രാൻസിലെ യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജ്, പിന്നെ നമ്മുടെ UK യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജിൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ കേരളത്തിന്റെയും ഇന്ത്യയുടെയും സാംസ്കാരിക മൂല്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തനതായി വളർന്നു വന്ന ഒരു യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജ് ആണ് നമുക്കുള്ളത്. അത് മറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുള്ള ഒരു യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജ് ആണ്. കഴിഞ്ഞ വർഷം ഹോങ്കോങ്ങിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജിന്റെ പരിപാടിയിൽ പോയപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജിനെ വളരെ വ്യത്യസ്തമായിട്ട് അവർ കാണുകയും ലോകത്തിലെ 3ാമത്തെ ഒരു യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജിന്റെ മോഡലായിട്ട് അവർ അംഗീകരിക്കുകയും അവിടെ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം പ്രയത്നിച്ച് നിങ്ങളിവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളുമാണ്. കാരണം നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ പരിപാടികളും എല്ലാം മറ്റ് യൂത്ത് നിന്നും ഒത്തിരി വിഭിന്നമാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാംസ്കാരിക പൈതൃകമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ശരിക്കും നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജ് വളർന്നു വന്നിരിക്കുന്നത്. 2ാം വാർഷികവും ഹോങ്കോങ്ങിൽ ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ദി യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജ് നമ്മുടെ 3ാം മാതൃകയായി
അവതരിക്കപ്പെട്ടു. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷൻ തോമസ് സാർ അവിടെ കൃത്യമായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി. അത് മറ്റു യൂത്ത് ഇല്ലാത്തൊരു കാര്യമാണ്. രണ്ടാമത് നമ്മുടെ ഓരോ യൂണിറ്റുകളും മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ഓരോ യൂണിറ്റുകളും വ്യത്യസ്തമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ വ്യത്യസ്തത എന്ന് പറയുന്നത് ഈ 2ാം വർഷത്തിൽ തന്നെ നമ്മൾ നേടിയെടുത്ത ചില കാര്യങ്ങളാണ്. ഹാപ്പി വില്ലേജുകൾ, ശലഭവാണി റേഡിയോ, കലാകായിക പരിപാടികൾ, എക്സിബിഷൻസ്. എറണാകുളത്ത് ഞാൻ പോയപ്പോൾ അവിടെ മനോഹരമായ ഒരു എക്സിബിഷൻസ് കണ്ടിരുന്നു. നമ്മൾ പബ്ലിക് പോളിസിയിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പ്രകാശ് സാറിന്റെ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 50ഓളം സ്കൂളുകളിൽ, നമ്മുടെ ടാർഗറ്റ് 100 അതിന് മേൽ സ്കൂളുകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്, അതായത് ആന്റി ഡ്രഗ് ക്യാമ്പയിൻ കഴിഞ്ഞ വർഷം ആരംഭിച്ചു. വളരെ 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 നല്ല രീതിയിൽ എല്ലാ സ്കൂളുകളിലും നമ്മുടെ തോമസ് എബ്രഹാം സാറിന്റെ നേതൃത്വത്തിൽ ഈ പരിപാടികളെല്ലാം ചെയ്ത് നമ്മുടെ സാമൂഹ്യ ഒരു കോൺട്രിബ്യൂഷൻ, സമൂഹ നന്മയ്ക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ യൂത്ത് എന്ന് പറയുന്നത് കേവലം ഒരു മുതിർന്ന പൗരന്മാരുടെ പരിപാടികളായിട്ട് മാത്രമല്ല, അവരുടെ കഴിവുകൾ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലേക്ക് എത്തിക്കാനും നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജിന് സാധിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജിൽ എഴുതി തീർത്ത പുസ്തകങ്ങളും എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി എണ്ണമുണ്ട്. ശരിക്കും ഇപ്പോഴും ഞാനിന്ന് വന്ന് സംസാരിച്ചപ്പോൾ പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും അത് എഴുതുന്നവര് ഇതുവരെ എഴുതാത്തവരാണ്, പാടുന്നവര് ഇതുവരെ പാടാത്തവരാണ്. ഈ മാതൃക ഏറ്റെടുക്കാൻ വീണ്ടും പിന്നെ ഇത് സുനീറ സമത ഇടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെയുണ്ട്. അതിലേക്കും ഈ നമ്മുടെ ആശയങ്ങളെല്ലാം പോകുകയാണ്. അപ്പം ഇതെല്ലാം നമ്മുടെ വിജയം കൂടി പാലിച്ച നമ്മുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ചില കഥകളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ 32 യൂണിവേഴ്സിറ്റികളിൽ നാക് അക്രഡിറ്റേഷനിൽ നമ്മൾ 12ാം സ്ഥാനത്ത് എത്തിയെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ചാലശക്തി അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തെ സാദരം ഉദ്ഘാടനം നടത്തുവാനായിട്ട് ക്ഷണിക്കുകയാണ് സർ.